ഈ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വ്രതകഥയും അതോടൊപ്പം തന്നെ തിഥി സമയങ്ങളും എല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഏകാദശി വ്രതത്തിന്റെ കഥ കേട്ടാൽ തന്നെ അശ്വമേധയാഗം നടത്തിയതിന്റെ ഫലം ലഭിക്കും എന്നാണ് സാധിക്കുന്നവര് അന്നേ ദിവസം ദാനധർമ്മങ്ങൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഭഗവാന്റെ പ്രീതി ലഭിക്കാനായിട്ട്, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ, അതായത് ഓഗസ്റ്റ് 19 ചൊവ്വാഴ്ചയാണ് അജ ഏകാദശി വരുന്നത്. ഹിന്ദുമാസമായ കൃഷ്ണപക്ഷത്തിൽ ആചരിക്കുന്ന ഏകാദശിയാണ് അജ ഏകാദശി. ഈ ഏകാദശി അന്നദ ഏകാദശി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അജ ഏകാദശിയെ കുറിച്ചാണ്. ഈ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വ്രതകഥയും അതോടൊപ്പം തന്നെ തിഥി സമയങ്ങളും എല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ 2025 അജ ഏകാദശിയിലെ പ്രധാന സമയങ്ങളൊന്ന് നോക്കാം. സൂര്യോദയ സമയം വരുന്നത് ഓഗസ്റ്റ് 19 രാവിലെ 6:21 സൂര്യാസ്തമയം വരുന്നത് ഓഗസ്റ്റ് 19 വൈകുന്നേരം 6:42 ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 18 വൈകുന്നേരം 5:23 ഏകാദശി തിഥി അവസാനിക്കുന്നത് ഓഗസ്റ്റ് 19 ഉച്ച കഴിഞ്ഞ് 3:33 ഹരിവാസര അന്ത്യനിമിഷം വരുന്നത് ഓഗസ്റ്റ് 19 രാത്രി 9:09 ദ്വാദശി അവസാന നിമിഷം വരുന്നത് ഓഗസ്റ്റ് 20 ഉച്ചയ്ക്ക് 1:59 പാരണ സമയം വരുന്നത് ഓഗസ്റ്റ് 20 രാവിലെ 6:21 രാവിലെ 8:49 ഇടയിലാണ്. ഓരോ ഏകാദശി വ്രതത്തിന് പിന്നിലും ഓരോ കഥയുണ്ട്. ഈ ഏകാദശി വ്രതദിനത്തില് ആ വ്രതത്തിന്റെ കഥ കേൾക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോ അജ ഏകാദശിയുടെ വ്രതകഥയാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. യുധിഷ്ഠിരൻ പറഞ്ഞു, ഹേ ജനാർദ്ദന, ഇനി ഭദ്രമാസത്തിലെ ഇരുണ്ട രണ്ടാഴ്ചയിലെ ഏകാദശിയെ കുറിച്ച് പറയൂ. ഈ ഏകാദശിയുടെ പേരും ആചാരങ്ങളും വിശദമായി വിവരിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു, അല്ലയോ രാജമഹർഷി, ഭദ്രമാസത്തിലെ ഇരുണ്ട രണ്ടാഴ്ചയിലെ ഏകാദശി അജ ഏകാദശി എന്നറിയപ്പെടുന്നു. ഈ ദിവസം ഒരാൾ ഭഗവാനെ ഭക്തിപൂർവം ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്താൽ അവരുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. ഈ ഏകാദശിയുടെ പ്രാധാന്യം ലോകത്തിൽ മറ്റൊരു ഏകാദശിക്കും ഇല്ല. ഇത് ഇഹത്തിലും പരത്തിലും സഹായം നൽകുന്നു. ഇപ്പോൾ ഈ ഏകാദശിയുടെ മഹത്വം ശ്രദ്ധയോടെ കേൾക്കൂ. പുരാതന കാലത്ത് ഭഗവാൻ ശ്രീരാമന്റെ വംശപരമ്പരയിൽ ഹരിശ്ചന്ദ്രൻ എന്നു പേരുള്ള നീതിമാനും സത്യസന്ധനുമായ ഒരു രാജാവ് അയോധ്യയിൽ ഭരിച്ചിരുന്നു. ഒരിക്കൽ വിശ്വാമിത്ര മഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം ദേവന്മാർ അദ്ദേഹത്തിന്റെ സദ്ഗുണം പരീക്ഷിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി. രാജാവായ ഹരിശ്ചന്ദ്രൻ ഒരു സ്വപ്നം കണ്ടു. അതിൽ അദ്ദേഹം തന്റെ മുഴുവൻ രാജ്യവും വിശ്വാമിത്ര മഹർഷിക്ക് ദാനം ചെയ്തതായി കണ്ടു. പിറ്റേന്ന് രാവിലെ തന്റെ കൊട്ടാരത്തിൽ എത്തിയ വിശ്വാമിത്രൻ പറഞ്ഞു, എന്റെ സ്വപ്നത്തിൽ നീ എനിക്ക് ഇതിനകം തന്നെ നിങ്ങളുടെ രാജ്യം തന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ചെയ്തുകൂടാ? സത്യത്തോടുള്ള പ്രതിബദ്ധത പാലിച്ചുകൊണ്ട് രാജാവ് ഹരിശ്ചന്ദ്രൻ തന്റെ മുഴുവൻ രാജ്യവും മഹർഷി വിശ്വാമിത്രന് കൈമാറി. യാഗത്തിനുള്ള ദക്ഷിണ നിറവേറ്റാൻ അദ്ദേഹത്തിന് തന്നെയും ഭാര്യ താരമതിയെയും മകൻ രോഹിതാശ്വനെയും വിൽക്കേണ്ടി വന്നു. തന്റെ മുൻകാല കർമ്മങ്ങളുടെ കർമ്മഫലങ്ങൾ മൂലമാണ് ഇത് സംഭവിച്ചത്. ശ്മശാന സ്ഥലത്ത് ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ ഉത്തരവാദിയായ ഒരു ചണ്ടാലനെ ഹരിശ്ചന്ദ്രൻ സ്വയം വിറ്റു. അദ്ദേഹം ചണ്ടാലന്റെ ഒരു സേവകനായിട്ട് മാറി. ആളുകളുടെ അന്ത്യകർമ്മങ്ങളിൽ സഹായിക്കുകയും അവരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുകയും ചെയ്യുന്ന ജോലിയിൽ പോലും ഏർപ്പെട്ടു. എന്നിരുന്നാലും ഈ ദുഷ്കരമായ സാഹചര്യത്തിലും സത്യസന്ധതയോടുള്ള തന്റെ പ്രതിബദ്ധത അദ്ദേഹം ഉപേക്ഷിച്ചില്ല. വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയപ്പോൾ തന്റെ താഴ്ന്ന തൊഴിൽ കാരണം ഇയാൾ വളരെയധികം കഷ്ടപ്പെടാൻ തുടങ്ങി.
ഈ നീചമായ വിധിയിൽ നിന്ന് സ്വയം മോചിതരാകാനുള്ള വഴി അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ എന്തു ചെയ്യണം? ഇതിൽ നിന്നും മോചനം നേടാൻ എനിക്ക് എങ്ങനെ സാധിക്കും? ഈ ഒരു ചിന്തയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും. ഒരു നിർഭാഗ്യകരമായ ദിവസം രാജാവിന്റെ അഗാധമായ ദുഃഖവും പരിഹാരത്തിനായുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ അന്വേഷണവും മനസ്സിലാക്കിയ ഗൗതമ മുനി അദ്ദേഹത്തിന്റെ പടിവാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഹരിശ്ചന്ദ്ര രാജാവ് മഹർഷിയെ ആദരിച്ച് തന്റെ ദുഃഖകഥ വിവരിക്കാൻ തുടങ്ങി. ഹരിശ്ചന്ദ്ര രാജാവിന്റെ ദുഃഖകഥ കേട്ടതിനു ശേഷം ഗൗതമ മഹർഷി തന്നെ അത്യധികം ദുഃഖിതനായി പറഞ്ഞു, അല്ലയോ രാജാവേ, ഭദ്രപാദ മാസത്തിലെ ഇരുണ്ട രണ്ടാഴ്ചയിൽ അജ ഏകാദശി എന്നൊരു ഏകാദശിയുണ്ട്. നിങ്ങൾ ഈ ഒരു ഏകാദശി കർശനമായ ഉപവാസത്തോടെ ആചരിക്കുകയും രാത്രിയിൽ ഉണർന്നിരിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. ഈ വാക്കുകൾ പറഞ്ഞിട്ട് ഗൗതമ മഹർഷി വാതിക്കൽ നിന്ന് പുറത്തേക്ക് നടന്നു. എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടതുപോലെ നിഗൂഢമായി അപ്രത്യക്ഷനായി. അജ ഏകാദശി വന്നപ്പോൾ രാജാവ് ഹരിശ്ചന്ദ്രൻ മഹർഷിയുടെ നിർദ്ദേശങ്ങൾ അങ്ങേയറ്റം സമർപ്പണത്തോടെ പാലിച്ചു. ഉപവാസം അനുഷ്ഠിക്കുകയും രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും ചെയ്തു. ഈ വ്രതത്തിന്റെ ശക്തി രാജാവിന്റെ എല്ലാ പാപങ്ങളെയും മോചിപ്പിച്ചു. എന്നിരുന്നാലും ഈ സമയത്ത് ഒരു സർപ്പം അദ്ദേഹത്തിന്റെ മകനെ കടിച്ചതിന്റെ ഫലമായി ദുരന്തം സംഭവിച്ചു. അത് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചു. രാജ്ഞി തന്റെ നിർജീവ മകനെ ശവസംസ്കാര സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവിടെ രാജാവ് ഹരിശ്ചന്ദ്രൻ തന്റെ ദുഃഖം അടക്കാൻ കഠിനമായി ശ്രമിച്ചുകൊണ്ട് അവരോട് ശവസംസ്കാര ചെലവ് ആവശ്യപ്പെട്ടു. എന്നാൽ നിസ്സഹായയായ രാജ്ഞിക്ക് ഒന്നും നൽകാനുണ്ടായിരുന്നില്ല. മകന്റെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കാൻ അവൾ തന്റെ സാരിയുടെ ഒരു കഷ്ണം കീറി. ആ നിമിഷം സ്വർഗത്തിൽ സ്വർഗീയ സംഗീതം മുഴങ്ങി. പുഷ്പവൃഷ്ടി വീണു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, മറ്റ് ദേവതകൾ എന്നിവർ അവരുടെ മുന്നിൽ നിന്നു. രാജാവിന്റെയും രാജ്ഞിയുടെയും അചഞ്ചലമായ ഭക്തിയും നിസ്വാർത്ഥതയും അവർ കണ്ടു. ഈ ദിവ്യ നിമിഷത്തിൽ രാജാവ് തന്റെ മരിച്ചുപോയ മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും ഭാര്യ രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചിരിക്കുന്നതും കണ്ടു. വ്രതത്തിന്റെ ഫലമായി രാജാവിന് ഒടുവിൽ രാജ്യം തിരിച്ചു കിട്ടി. വാസ്തവത്തിൽ രാജാവിനെ പരീക്ഷിക്കാൻ ഒരു മുനി ഈ സംഭവങ്ങളെല്ലാം ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ അജ ഏകാദശി വ്രതത്തിന്റെ ശക്തി മുനി സൃഷ്ടിച്ച എല്ലാ മിഥ്യാധാരണകളെയും ഇല്ലാതാക്കി. ഒടുവിൽ രാജാവ് ഹരിശ്ചന്ദ്രനും കുടുംബവും സ്വർഗരാജ്യത്തിലേക്ക് കയറി. രാത്രിയിൽ ഉണർന്നിരിക്കുന്നതോടൊപ്പം സമർപ്പണത്തോടെ ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഏതൊരാൾക്കും അവരുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാവുകയും ഒടുവിൽ സ്വർഗം നേടുകയും ചെയ്യുന്നു. ഈ ഏകാദശി വ്രതത്തിന്റെ കഥ കേട്ടാൽ തന്നെ അശ്വമേധയാഗം നടത്തിയതിന്റെ ഫലം ലഭിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അജ ഏകാദശിയുടെ ആചാരങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. അജ ഏകാദശി ദിനത്തിൽ ഭക്തർ തങ്ങളുടെ ദേവതയായ മഹാവിഷ്ണുവിനോടുള്ള ബഹുമാനാർത്ഥം ഉപവാസം അനുഷ്ഠിക്കുന്നു. വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ തലേ ദിവസം ഒരിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് തലേ ദിവസം കഴിച്ചു കൂട്ടണം. ഇന്നത്തെ ദിവസം രാത്രിയിൽ അരിയാഹാരം കഴിക്കാനായിട്ട് പാടുള്ളതല്ല. ഏകാദശി ദിവസം രാവിലെ സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ നിലവിളക്ക് തെളിയിക്കുക. ശേഷം പ്രാർത്ഥിച്ച് ഭഗവാന്റെ നാമങ്ങൾ ഉരിയാടുക. വ്രതം അനുഷ്ഠിക്കുന്നവർ പൂർണ്ണ ഉപവാസമാണ് നടത്തേണ്ടത്. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്ന രീതിയിൽ മിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുക. വിഷ്ണു സഹസ്രനാമവും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഏതൊരു മന്ത്രവും ജപിക്കാവുന്നതാണ്. സാധിക്കുന്നവർ 2 നേരവും ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. അന്നേ ദിവസം സാധിക്കുമെങ്കിൽ ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇനി ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വീട്ടില് നിലവിളക്ക് തെളിയിച്ചു വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും അന്നേ ദിവസം നോൺ വെജ് ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. വീട്ടില് പാകം ചെയ്യാനോ അതുപോലെ തന്നെ വീട്ടിലുള്ള ആരും തന്നെ കഴിക്കാനോ പാടുള്ളതല്ല. രാവിലെയും സന്ധ്യാസമയത്തും നിർബന്ധമായിട്ടും നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. സാധിക്കുന്നവര് അന്നേ ദിവസം ദാനധർമ്മങ്ങൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഭഗവാന്റെ പ്രീതി ലഭിക്കാനായിട്ട്, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട്
ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഒരു വ്രതത്തിന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വ്രതം അവസാനിപ്പിക്കാനായിട്ട് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ചുകൊണ്ടാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് എന്നറിയാം. പക്ഷെ അങ്ങനെ ആ ഒരു സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ, അല്ലെങ്കിൽ വീടിനടുത്തായിട്ട് ക്ഷേത്രമില്ലാത്തവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് കിണ്ടിയിൽ ജലം വയ്ക്കും. ഇനി കിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്രാസിന്റെ പാത്രത്തിലോ, ഇനി അതുമില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിന്റെ ഗ്ലാസ്സിലോ ഒരല്പം വെള്ളം വയ്ക്കും. ആ ജലത്തിൽ ഒരു തുളസി ഇടുക. മറ്റൊരു പുഷ്പങ്ങളും ഇടേണ്ട ആവശ്യമില്ല, തുളസി മാത്രം ഇട്ടാൽ മതിയാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏകാദശി ദിവസങ്ങളിൽ ഒന്നും തന്നെ തുളസി നുള്ളാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി തുളസി മുന്നേ കൂട്ടി പറിച്ചു വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ജലം തീർത്ഥത്തിന് സമമാണ്. ആ തീർത്ഥം സേവിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ സാധിക്കുന്ന എല്ലാവരും തന്നെ അജ ഏകാദശി വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഭഗവാന്റെ നാമങ്ങള്, മന്ത്രങ്ങൾ ജപിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.